ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യമോളും പപ്പിയും ചേച്ചിയമ്മയുടെ ചിത്രം വരച്ചത് പൂർത്തിയായി കണ്ട ആ നിമിഷത്തിൽ ചന്ദ്രബോസ് അത് കൈക്കലാക്കുമ്പോ അത് കാണാനായി വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും ആ കുട്ടികൾ രണ്ടുപേരും ചന്ദ്രബോസിന്റെ അരികിലേക്ക് ചെല്ലുന്നു. അങ്കിൾ, അത് കീറിക്കളയല്ലേ, ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചത് അങ്കിൾ പ്ലീസ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ചന്ദ്രബോസിന്റെ അരികിലെത്തിയേക്കാണ് അപേക്ഷിക്കുന്നു. ചന്ദ്രബോസ് ആ വാക്കുകൾ കേട്ട് കലിയോടെ കുട്ടികളെ നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളാ പിള്ളേരാ പെരുങ്ങണിയാന്നൊക്കെ വിചാരിച്ച് ക്ഷമിക്കുന്നോറും തല കയറി നരങ്ങുന്നോടി നീയൊക്കെ എന്ന് ചോദിച്ച്, ശരിക്കും നിന്നെയൊക്കെ പോലീസ് സ്റ്റേഷൻ എന്താന്ന് പഠിപ്പിച്ചു വിടണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ചന്ദ്രബോസ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് പപ്പിയും സത്യയും ആകെ വിഷമത്തോടെ പരസ്പരം നോക്കി നിന്നു. അപ്പോഴാണ് അവിടെ തനിച്ചിരിക്കുന്ന രാഘവൻ നായർ പുറത്തേക്ക് പോകാനായി റെഡിയായി താഴേക്ക് വരുന്ന വിഷ്ണുവിനെ കണ്ടത്. രാഘവൻ നായർ നോക്കുമ്പോ വിഷ്ണു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതോടെ രാഘവൻ നായർ വിളിച്ചു, വിഷ്ണു, എടാ മോനെ എന്ന് വിളിച്ചതും വിഷ്ണു വേഗം പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഇങ്ങു വന്നേ, അച്ഛനൊരു കൂട്ടം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് രാഘവൻ നായർ അരികിലേക്ക് വിഷ്ണുവിനെ വിളിച്ചു. വിഷ്ണു അരികിലേക്ക് വന്നതും രാഘവൻ നായർ ചോദിച്ചു, എന്താടാ മോനെ, നീ കുറച്ചു ദിവസമായി നിരാഹാരമാണെന്ന് നിന്റെ അമ്മ പറഞ്ഞു, എന്താ നീ നിരാഹാരം കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് രാഘവൻ നായർ ചോദിച്ചു, അതെ, നിന്റെ ശരീരത്തോടാണോ, സ്വന്തം ശരീരത്തോടാണോ മോനെ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ? നമുക്ക് ആരോഗ്യം ക്ഷയിച്ചാൽ പിന്നെ നമ്മുടെ ആയുസ്സിന് ബലം കുറയും, അതറിയില്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, അച്ഛാ, അതിന് 100 വർഷം ജീവിക്കണം എന്നൊന്നും യാതൊരു ആഗ്രഹവും ഇല്ല അച്ഛാ, എനിക്ക് 100 ദിവസം പോലും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിഷ്ണു പറയുമ്പോ സത്യഭാമ റൂമിൽ നിന്ന് അതെല്ലാം കേൾക്കുന്നു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ, എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വിഷമം, നീ അങ്ങനെയൊന്നും പറയാതെ, നിന്റെ അമ്മയ്ക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ച് അച്ഛന് നിന്നെ മനസ്സിലാക്കാൻ കഴിയാതായിട്ടില്ല. അല്ലെങ്കിൽ നിന്റെ അമ്മ നിന്നെ തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ശാലിനിയെ പോലെ ഒരു പെൺകുട്ടിയെ നിന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് രാഘവൻ നായർ പറയുമ്പോ അത് കേട്ടു നിൽക്കുന്ന സത്യഭാമ രാഘവേട്ട എന്ന് വിളിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. രാഘവൻ നായർ നോക്കുമ്പോ സത്യഭാമ അരികിലേക്ക് എത്തി ചോദിച്ചു, അത് ശരി, ഞാനില്ലാത്ത സമയത്തൊക്കെ തക്കം നോക്കി എന്റെ മോനോട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, വേണ്ടാത്ത കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കി, അതെ, നിന്റെ മോനോ? അതെ, എന്റെ കൂടി മകനാണ് വിഷ്ണു, അത് മറക്കണ്ട എന്ന് പറയുമ്പോ രാഘവൻ നായരോട് സത്യഭാമ ചോദിച്ചു, അതൊക്കെ സമ്മതിച്ചു, പക്ഷെ രാഘവേട്ടൻ എന്താ ഈ പറയുന്നത്? അവന്റെ ജീവിതം ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ നശിച്ചു പോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അവന് നല്ലൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി ആലോചിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ ചോദിച്ചു, നീ എന്തിനാണ് മറ്റൊരു ജീവിതം ആലോചിക്കുന്നത്? അവൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമല്ലേ അവന് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, മതി മതി, ഞാൻ കേട്ട് കേട്ട് മടുത്തു. 6 വർഷമായിട്ടും മാഞ്ഞു പോകാത്ത ഒരു പേര്, ശാലിനി ശാലിനി, ഏതു നേരവും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു, അതെ, നന്മയുള്ള ആളുകളെ കുറിച്ച്, നന്മയുള്ള വ്യക്തികളെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കുന്നവർക്കും ആ പേര് കേൾക്കുന്നവർക്കും അത് പറയുന്നവർക്കും ഒരുപോലെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നത് കൊണ്ടാണ് എന്ന് രാഘവൻ നായർ പറയുമ്പോ സത്യഭാമ പറഞ്ഞു, എന്താ ഇത്ര പ്രത്യേകത ഈ ശാലിനിക്കുള്ളത്? ഇങ്ങനെ എപ്പോഴും ഈ ശാലിനിയുടെ ഗുണവിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഇങ്ങനെ ഏതു നേരവും ഒരേ മന്ത്രം തന്നെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ എല്ലാവരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ തീരുമാനിച്ചത് എന്താണോ അതേ വിഷ്ണുവിന്റെ കാര്യത്തിൽ നടപ്പിലാവുള്ളൂ. മറ്റൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം അതിവിടെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. എന്റെ മോന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്ന ആ പേര് ഇനി ഈ വീട്ടിൽ കൂട്ടിച്ചേർക്കാൻ ആരും ശ്രമിക്കേണ്ട, അത് ഞാൻ നടപ്പിലാക്കില്ല എന്ന് സത്യഭാമ കലിയോടെ പറയുമ്പോ, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണ് ഞാൻ കൂട്ടിച്ചേർക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്, അത് മാത്രമേ സംഭവിക്കൂ എന്ന് പറഞ്ഞ് സത്യഭാമ ബഹളം വെച്ചങ്ങനെ നിൽക്കുമ്പോ സത്യഭാമയുടെ ഫോണിലേക്ക് ചന്ദ്രബോസ് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം വിളിക്കണം. ചന്ദ്രബോസിന്റെ കോള് വരുന്നത് കണ്ട് സത്യഭാമ ഫോൺ എടുത്ത് നോക്കുമ്പോ ചന്ദ്രബോസ് ആണെന്ന് കണ്ടതോടെ എന്താ കാര്യം എന്നറിയാനായി കോൾ അറ്റൻഡ് ചെയ്തു. ചന്ദ്രബോസിന്റെ കോള് വന്ന നിമിഷം സത്യഭാമ കോൾ എടുത്തതും ചന്ദ്രബോസ് പറഞ്ഞു, ഹലോ, ഇത് ഞാനാ ACP ചന്ദ്രബോസ് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, അതെ, ചന്ദ്രബോസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞതും ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, ഓഹോ, അത് ശരി, അപ്പോ എന്റെ കൂട്ടത്തിലുള്ള ഈ ACP എന്നുള്ള ആ ഒരു പദവി അത് നിങ്ങൾക്കങ്ങ് അരോചകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെ? അത് നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ ചന്ദ്രബോസ് മാത്രം പറഞ്ഞാൽ മതിയെന്ന് നിങ്ങൾ പറയുന്നത്.
ഞാൻ ഇങ്ങനെ ഒരു പദവിയിലിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങ് സുഹിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് സത്യഭാമയോട് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ചന്ദ്രബോസിന്റെ ആ ചോദ്യം കേട്ട് സത്യഭാമ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ മിസ്റ്റർ ഈ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും അല്ല നിങ്ങളോട് പറഞ്ഞത് എന്ന് ചന്ദ്രബോസിനോട് സത്യഭാമ അറിയിച്ചു. ഈ സമയത്ത് ചന്ദ്രബോസ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ വിഷ്ണുവും രാഘവൻ നായരും സത്യഭാമയുടെ സംസാരം കാതോർത്ത് നിൽക്കുമ്പോ, അല്ല നിങ്ങള് വിളിച്ചെന്താ അക്കാര്യം പറ എന്ന് സത്യഭാമ ഉടനെ ചന്ദ്രബോസിനോട് ചോദിച്ചിട്ടും ചന്ദ്രബോസ് പറഞ്ഞു, അതെ ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മൂത്ത മരുമകളെ കാണാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്ന് ചോദിച്ചപ്പം ഉടനെ സത്യഭാമ ഞെട്ടലോട് ചോദിച്ചു, മൂത്ത മരുമകളെയോ എന്ന് ചോദിച്ചപ്പോ, അതെ അങ്ങനെ ഒരു പരാതി ഇവിടെ വന്നിട്ടുണ്ട്. അതിന്മേൽ ഞാൻ ആക്ഷൻ എടുക്കട്ടെ എന്ന് ചോദിക്കാനാണ് നിങ്ങളെ ഞാൻ വിളിച്ചത്. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അത് മാത്രമല്ല എന്റെ ജോലിയും ഇത് തന്നെയാണല്ലോ. ഇങ്ങനെയുള്ള കണ്ടെത്തലുകളാണല്ലോ. അവളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോയുമായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, രേഖാചിത്രം വരച്ച് അവളെ കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനുവേണ്ടി ഞാൻ തയ്യാറെടുത്ത് എന്റെ പോലീസ് ഫോഴ്സ് മൊത്തം ഞാൻ ഉപയോഗിച്ചാൽ ഉടനെ തന്നെ അവളെ കണ്ടെത്തി നിങ്ങൾ സത്യഭാമയുടെ മുന്നിൽ ഞാൻ അവളെ കൊണ്ടുവന്ന് നിർത്തും. എന്താ നിർത്തട്ടെ എന്ന് സത്യഭാമയോട് ചന്ദ്രബോസ് ചോദിച്ചിട്ടും സത്യഭാമ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം. അതിന് എന്റെ അനുമതിയോ എന്റെ അഭിപ്രായം കേൾക്കേണ്ട കാര്യം എന്താ? എന്നോട് എന്തിനാ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ നിങ്ങളോട് ഇക്കാര്യം ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങളുടെ കുടുംബത്തുള്ള ഒരാളാണ് ഈ പരാതിയുമായി ഇവിടേക്ക് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. ചന്ദ്രബോസിനോട് സത്യഭാമ ചോദിച്ചു, ആര് പരാതിയുമായി വന്നെന്ന് നിങ്ങൾ ഈ പറയുന്നത്? ഈ കുടുംബത്തുള്ള വേറെ ആരാ പരാതിയുമായി വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവും രാഘവൻ നായരും ആകെ ഞെട്ടിലോടെ നോക്കുന്നു. ഉടനെ തന്നെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ ഇവിടെ പരാതിയുമായി വന്നിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുമായി ബന്ധമുള്ള ആള് തന്നെയാ. അതെ വേറെ ആരുമല്ല, നിങ്ങളുടെ കൊച്ചുമകൾ ഉണ്ടല്ലോ പത്മിനി, അവളാണ് ഇവിടെ പരാതിയുമായി വന്നിരിക്കുന്നത് എന്നറിയിച്ചു. അത് കേട്ട ഉടനെ സത്യഭാമ ആകെ ഞെട്ടി. പപ്പിയോ എന്നിങ്ങനെ ചോദിച്ചിട്ട്, ശരി നിങ്ങൾ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കാനായി ഞാൻ ഒരുങ്ങുമ്പോ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉടയവൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് വിവരം അന്വേഷിച്ചത് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ വേഗം ഫോൺ വെച്ചു കഴിഞ്ഞു. ഉടനെ തന്നെ ചന്ദ്രബോസ് വിവരം സത്യഭാമയെ അറിയിച്ചതിന്റെ സന്തോഷത്തിൽ നേരെ സ്റ്റേഷനിലേക്ക് കയറിപ്പോയി. അപ്പോഴാണ് രാഘവൻ നായർ ആശങ്കയോട് ചോദിച്ചത്, എന്താ ഭാമേ, എന്താ പറ്റിയത്? പപ്പിയുടെ കാര്യം പറഞ്ഞല്ലോ എന്ന് ചോദിച്ചതും ചന്ദ്രബോസിന്റെ സംസാരം കേട്ട് രാഘവൻ നായർ ആശങ്കയോടെ സത്യഭാമയോട് ചോദിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, അതെ വേറൊന്നുമല്ല, അവിടെ ആ ചന്ദ്രബോസിന്റെ സ്റ്റേഷനിൽ ഒരു പരാതിയുമായി ആരോ ചെന്നിരിക്കുന്നതെന്ന്, ശാലിനിയെ കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ മൂത്ത മരുമകളെ കാണുവാനില്ലെന്നും അവളെ കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി ആരോ ചെന്നിരിക്കുന്നതാ പറഞ്ഞത്. അതിന്റെ പേരിൽ ആക്ഷൻ എടുക്കുന്ന കാര്യം ചോദിക്കാനാ ചന്ദ്രബോസ് വിളിച്ചത് എന്ന് പറഞ്ഞതും, എന്തായാലും പപ്പിയാണ് ഇപ്പൊ അവിടെ ചെന്നിരിക്കുന്നത്, പപ്പിയെ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞ് സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി. ഇത് കണ്ട ഉടനെ രാഘവൻ നായർ ചോദിച്ചു, പപ്പിയോ? അല്ല ഇക്കാര്യത്തിൽ ഈ കുടുംബത്തിലെ മറ്റൊരാൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങിയെങ്കിൽ അതിലെന്തോ കാരണം ഉണ്ടല്ലോ എന്ന് രാഘവൻ നായർ ആലോചിക്കുമ്പോ വിഷ്ണു ചോദിച്ചു, എന്താ കാര്യം? അതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, മോനെ, അത് നിന്നോട് ഇപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല. എന്തായാലും നീ വേഗം ചെന്ന് മോളെയും കൂട്ടിക്കൊണ്ടുവാ എന്ന് സത്യഭാമയുടെ കൂടെ പോകാനായി വിഷ്ണുവിനോട് രാഘവൻ നായർ അറിയിച്ചു. അങ്ങനെ വിഷ്ണുവും സത്യഭാമയും അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പുറപ്പെടുമ്പോഴാണ് അവിടെ ചന്ദ്രബോസിന്റെ മുന്നിലിരിക്കുന്ന പപ്പിയും സത്യയും കൂടി ചന്ദ്രബോസിന്റെ കയ്യിലെ ആ ഫോട്ടോ കാണിച്ചു തരാനായി ആവശ്യപ്പെടുന്നത്. പപ്പിയെപ്പോഴേക്കും ചന്ദ്രബോസിനോട് പറഞ്ഞു, അങ്കിൾ ആ ചേച്ചിയമ്മയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചതാ അങ്കിൾ അത് കളയല്ലേ, ഒന്ന് കാണിച്ചതാ അങ്കിൾ എന്ന് പറഞ്ഞ് പപ്പി വീണ്ടും കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സത്യഭാമയും വിഷ്ണുവും എത്തിക്കഴിഞ്ഞു. രണ്ടുപേരും ആ ഓഫീസ് റൂമിലേക്ക് കയറി വരുന്നത് കണ്ട് കൃത്യമായി തന്നെ ചന്ദ്രബോസ് അത് നോക്കി വലിയ സന്തോഷത്തോടു കൂടിയിരുന്നു. ഉടനെ സത്യഭാമയും വിഷ്ണുവും നേരെ ചന്ദ്രബോസിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് സത്യ വിഷ്ണുവിനെ കണ്ടതും വിഷ്ണുവിന്റെ കയ്യിലേക്ക് കടന്നു പിടിച്ചു. ഈ സമയത്ത് കയ്യിൽ ശാലിനിയുടെ ചിത്രം വരച്ച ആ പേപ്പർ ചുരുട്ടിക്കൂട്ടി ഒരു ബോൾ പോലെയാക്കി ചന്ദ്രബോസ് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ അടുത്തു നിന്ന അവിടുത്തെ സിഎയോടും ചന്ദ്രബോസ് ചോദിച്ചു, കണ്ടില്ലേ, കേട്ടില്ലേ സത്യഭാമയുടെ കൊച്ചുമകൾ കിഴൺ അപേക്ഷിക്കുന്നത്? എന്ത് രസവാ ആ ആവശ്യം കേൾക്കാൻ. ഒന്നുകൂടി പറഞ്ഞേ, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും പപ്പി പറഞ്ഞു, അങ്കിൾ അത് കീറിക്കളയല്ലേ പ്ലീസ് അങ്കിൾ എന്ന് പറയുമ്പോ നല്ല രസമുണ്ട് കേൾക്കാൻ അല്ലെ. ഒന്നുകൂടി ഞാൻ ആവശ്യം ഒന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ എന്റെ ഷൂ പോലും പോളിഷ് ചെയ്തു തരും, തുടച്ചു തരും എന്ന് പറഞ്ഞ്
ചന്ദ്രബോസ് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന സത്യഭാമ ടേബിളിലേക്ക് കൈവച്ചത്. സത്യഭാമയുടെയും വിഷ്ണുവിന്റെയും ആ നിൽപ്പ് കണ്ടതോടെ ചന്ദ്രബോസ് അതിശയത്തോടെ ആഹാ എത്തിയോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും സത്യഭാമയും വിഷ്ണുവിനെ നോക്കിയിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ ചോദിച്ചു കേട്ട് വിഷ്ണു പറഞ്ഞു, ബോസ് ചന്ദ്രബോസേ വേണ്ട എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു, അതെ അടങ്ങി നിക്കടാ, ഞാനേ ഇവിടെ പരാതി കിട്ടിയെന്നൊക്കെ പറഞ്ഞത് വെറുതെയാ. പരാതിയും വേറൊന്നും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഞാൻ നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്താണെന്ന് അറിയാവോ? ഇവിടെ ദാ ഇതുപോലെ ഒരു പോങ്ങനാണ് ഈ സ്റ്റേഷനെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇയാളുടെ അരികിലെത്തി ഈ പിള്ളേര് ഒരു രേഖാചിത്രം വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു പഴയ ഒരു ഫോട്ടോയും വന്നു. ആ ഫോട്ടോ കണ്ട് ഈ മണ്ടൻ അത് രേഖാചിത്രം വരച്ചു കൊടുക്കാനും തയ്യാറായി. ഞാൻ വരുമ്പോ അങ്ങനെ ഒരു കുട്ടിക്കളി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോ ഇതാ ഈ നിൽക്കുന്ന പ്രോഡക്റ്റിന്റെ യഥാർത്ഥ ഓണർ ആരാണെന്ന് ഞാൻ നോക്കി. അപ്പോഴാണ് അത് സത്യഭാമയാണെന്ന് കണ്ടത്. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഞാൻ നിങ്ങളെ വിവരം അറിയിച്ചത്. അത് വേറൊന്നുമല്ല, ഇങ്ങനെ ഒരെണ്ണം ഇവിടെ വന്ന് പരാതിപ്പെടുമ്പോ അതിന്റെ ഉടയോന് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടാവുമോ എന്നറിയണ്ടേ. അത് മാത്രമല്ല, ഈ പിള്ളേരുടെ പേരിലാണല്ലോ ഈ കേസ് വരാൻ പോകുന്നത്. ഇവര് പരാതി തന്നാലല്ലേ ഞങ്ങൾ അന്വേഷണവുമായി മുന്നോട്ടിറങ്ങേണ്ടത്. അപ്പോ ഇതുങ്ങളെ വെറുതെ അങ്ങ് വിടാൻ കഴിയില്ലല്ലോ. അല്ല, ഞാനെന്താ ഈ രേഖാചിത്രം ഇവരെ കാണിച്ചു കൊടുക്കണോ? എന്താ വേണ്ടത്? അക്കാര്യം പറ സത്യാമ്മേ. സത്യഭാമ പറ, ഞാനിത് കാണിച്ചു കൊടുക്കണോ? നിങ്ങളുടെ മൂത്ത മരുമകളെ കണ്ടെത്തി കൊടുക്കണമെന്നാണ് ഈ പിള്ളേരുടെ ആവശ്യം. അവരുടെ ചേച്ചിയമ്മയെ കണ്ടെത്തണമെന്ന്. ഞാനെന്താ കണ്ടെത്തട്ടെ? അതിൽ സത്യഭാമയ്ക്ക് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോ സത്യഭാമ ആകെ ദേഷ്യത്തോടെ നോക്കി. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ സത്യഭാമേ, നിങ്ങളുടെ കോടതിയുടെ അത്രയും വലുപ്പമൊന്നും ഇല്ലെങ്കിലും ഈ ഇട്ടാവട്ടത്തുള്ള ഈ സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ സ്ഥലങ്ങളും നോക്കുന്നത്, സ്റ്റേഷൻ പരിധിയിലുള്ള ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും ഒക്കെ ഭരണാധികാരികളായിട്ടുള്ള ഞങ്ങൾ തന്നെയാണല്ലോ. അപ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടല്ലോ. നിങ്ങളെപ്പോലെ ചുമ്മാ വീട്ടിലിരുന്ന് അങ്ങ് മൃഷ്ടാനം ഇരുന്നുണ്ട് അങ്ങനെ ജീവിക്കാൻ കഴിയില്ലല്ലോ. അത്രത്തോളം ആസ്തിയൊന്നും ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് സത്യഭാമയെ നോക്കി. ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ ഇനി ഇക്കാര്യത്തിലൊരു തീരുമാനം പറ. എന്താ, ഞാൻ അന്വേഷണവുമായി ഇറങ്ങട്ടെ? നിങ്ങളുടെ മരുമകളെ നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. എന്താ, അത് വേണോ? നിങ്ങൾ അതിന് ഒരു അഭിപ്രായം പറ, എന്നിട്ടാകാം ബാക്കി കാര്യങ്ങൾ. ഞാൻ തുനിഞ്ഞിറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മരുമകളെ ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക തന്നെ ചെയ്യും. പിന്നെ എന്താ, അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ചന്ദ്രബോസ് ചോദിച്ചതും സത്യഭാമ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ ചന്ദ്രബോസിനോട് സത്യഭാമ വേണ്ട എന്ന് അറിയിച്ചു. ഈ സമയത്ത് ചന്ദ്രബോസ് പറഞ്ഞു, അപ്പോ അത് വേണ്ട കേട്ടോ. അപ്പോ അക്കാര്യത്തിൽ തീരുമാനമായി. പിന്നെ ഈ പിള്ളേരുടെ കാര്യത്തിൽ അതെന്താണെന്നറിയാവോ? ഇവരെ വെറുതെ അങ്ങ് പറഞ്ഞു വിടാൻ കഴിയില്ല. കാരണം ഇതുങ്ങള് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മാന്യമായി ഞങ്ങൾ ഇടപെട്ടില്ല എന്നും ഇവരുടെ പരാതി ഞങ്ങൾ സ്വീകരിച്ചില്ല എന്നും അതുകൊണ്ട് ഇവരുടെ പരാതി സ്വീകരിക്കാതെ ഞങ്ങൾ ഇവരെ വിരട്ടി വിട്ടു എന്നൊക്കെ നാളെ മറ്റേതെങ്കിലും പത്രക്കാരോടോ മറ്റോ ഇവർ പറഞ്ഞാൽ അതോടെ തീർന്നില്ലേ ഞങ്ങളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരും പെരുമയുമെല്ലാം. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണമായിരുന്നു. അതിനാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് വിളിപ്പിച്ചത്. അല്ലാതെ പരാതിയും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടല്ല. അറിയാവല്ലോ ഇവിടെയുള്ള പിള്ളേരുടെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ നൽകുന്ന സംരക്ഷണം എത്രത്തോളമാണ് എന്ന്. അത് മാത്രമല്ല, ഇതുങ്ങള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി ഞങ്ങൾ ഇവരുടെ പരാതി സ്വീകരിച്ചില്ല എന്നും അതിന്റെ മേൽ അന്വേഷണം നടത്തിയില്ല എന്നും പറഞ്ഞ് ഇതിലേതെങ്കിലും ഒരെണ്ണെടുത്ത് തൂങ്ങിയാൽ എന്ന് ചന്ദ്രബോസ് പറയുമ്പോ വിഷ്ണു കരയോടെ ചന്ദ്രബോസെ എന്ന് ഉറക്കെ വിളിച്ചു. അത് കേട്ടോടനെ ചന്ദ്രബോസ് പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെ ചെയ്താലോ എന്നാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പിന്നെയും പാവം ഈ പോലീസുകാർക്കല്ലേ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനാണ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിപ്പിച്ചത്. അപ്പോ എന്താ സത്യഭാമേ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാനാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ ഈ പിള്ളേരുടെ പരാതി സ്വീകരിച്ച് ഞാനെന്താ കേസ് അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങണോ? അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ മൂത്ത മരുമകളെ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കും. എന്താ സത്യഭാമേ, അത് വേണോ എന്ന് ചോദിക്കുമ്പോ സത്യഭാമ പറഞ്ഞു, വേണ്ട, അത് വേണ്ട എന്ന് പറയുന്നത് കേട്ട് ചന്ദ്രബോസ് പൊട്ടിച്ചിരിച്ചു. അപ്പോ അത് ശരി. പിന്നെ ഒരു കാര്യം കൂടി, ഈ പിള്ളേരുടെ കാര്യമായതുകൊണ്ട് ഇവർക്ക് പല റൈറ്റ്സും ഉണ്ടല്ലോ. ഈ ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ
ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് അറിയാവല്ലോ. അതുകൊണ്ട് അവര് ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് നീങ്ങിയാലേ ഞങ്ങൾക്ക് പ്രശ്നമാവും. അതുകൊണ്ട് ഇവരുടെ ഉടമസ്ഥർ വന്ന് ഇതിൽ യാതൊരു പരാതിയും ഇല്ല എന്ന് നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് മുന്നിൽ എഴുതി ഒപ്പിട്ട് തരണം. എന്നാൽ മാത്രമേ ഈ കുട്ടികളെ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിപ്പിച്ചത് എന്ന് സത്യഭാമയോട് അവിടുന്ന് ചന്ദ്രബോസ് അറിയിച്ചു. അതിനുശേഷം ചന്ദ്രബോസ് വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, കേട്ടോടാ, നിന്റെ അമ്മ പറഞ്ഞത് നിന്റെ ഭാര്യയെ നിനക്ക് കണ്ടെത്തി തരണ്ടായെന്ന്. എന്നിട്ട് ഇപ്പോ നീ എന്നെ അന്ന് വെല്ലുവിളിച്ചത് ഓർമ്മയില്ലേ? നീയും നിന്റെ ഭാര്യയും കൂടി ചേർന്ന് എന്നെ എന്തോ അങ്ങ് ചെയ്തു കളയുമെന്ന്. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെടാ, നിന്റെ ഭാര്യയും നീയും തമ്മിൽ എന്നെ അങ്ങ് എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതെ, ഒരു കാര്യം ഇപ്പൊ ഞാൻ നിന്നോട് പറയട്ടെ, ഈ കുട്ടികളെ വെച്ചിട്ടാണോടാ ഇത്തരം കളികൾക്കൊക്കെ ഇറങ്ങുന്നത്? നിനക്ക് ഈ കുട്ടികളുടെ കയ്യിൽ ഇതൊക്കെ കൊടുത്തുവിടേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ എന്ന് വിഷ്ണുവിനെ കളിയാക്കി ചന്ദ്രബോസ് ചോദിക്കുമ്പോ വിഷ്ണു പറഞ്ഞു, അതെ, നിന്റെ മുന്നിൽ ഈ ചിത്രം വരയ്ക്കാനായി വന്നത് ഈ കുട്ടികളായിരിക്കില്ല. ഞാൻ പറഞ്ഞു വിട്ടതാണെങ്കിൽ, അങ്ങനെയാണെങ്കിലേ അവര് ചിത്രം വരയ്ക്കുന്നത് ഇങ്ങനെ പേപ്പറിലാവില്ല. ഞാൻ അയച്ചു വിട്ട പിള്ളേരാണെങ്കിലേ അത് വരയ്ക്കുന്നത് നിന്റെ ഈ നെഞ്ചത്തായിരിക്കും. ചന്ദ്രബോസെ, ഇനിയാണ് നമ്മൾ തമ്മിലുള്ള കളി ശരിക്കും തുടങ്ങാൻ പോകുന്നത് എന്ന് ചന്ദ്രബോസിനോട് വിഷ്ണു പറഞ്ഞു. അതിനുശേഷം ചന്ദ്രബോസ് പതിയെ ആ ചെയറിലേക്ക് വന്നിരിക്കുമ്പോ സത്യഭാമ പപ്പിയോടൊപ്പം നിൽക്കുന്ന സത്യമോളെ നോക്കി. അപ്പോ നീയാണല്ലേ ഇതിനെല്ലാം കാരണം? പപ്പി, നിനക്ക് എന്തായിരുന്നു കൊച്ചേ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്? ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനൊക്കെ തുനിഞ്ഞിറങ്ങിയത്? നിനക്ക് കൂട്ടെല്ലാത്തിനും ഇവളാണല്ലേ? ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, ഒരിക്കൽ നീ പപ്പിയുടെ ജീവിതം രക്ഷിച്ചു എന്നത് ശരി തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് പപ്പി ഇനി എന്തെങ്കിലും കാര്യത്തിന് പപ്പിയുടെ മുന്നിലോ പപ്പിയുടെ കൂടെയോ നിന്നെ കണ്ടാലുണ്ടല്ലോ, പിന്നെ ഈ സത്യഭാമയുടെ തനി സ്വഭാവം നീ മനസ്സിലാക്കും. ഈ സത്യഭാമയുടെ വീട്ടിലെ അല്ലെങ്കിൽ ഈ പേരക്കുട്ടിയുടെ ഏഴയലത്ത് വരാനുള്ള യോഗ്യത പോലും നിനക്കില്ല, അത് മറക്കണ്ട എന്നെല്ലാം പറഞ്ഞ് കുഞ്ഞിന്റെ നേരെ ചാട്ടി ദേഷ്യത്തോടെ ശകാരിച്ചുകൊണ്ട് സത്യഭാമ നിന്നു. ഇത് കണ്ട ഉടനെ വിഷ്ണു അമ്മേ എന്ന് വിളിച്ച് സത്യഭാമയുടെ നേരെ ദേഷ്യപ്പെട്ടു. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഈ കൊച്ചുകുട്ടിയുടെ നേരെയാണോ അമ്മ ഇങ്ങനെയെല്ലാം പറയുന്നത്? അല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? എന്തെങ്കിലും സംഭവിച്ചോ? ഇത്രയും നേരം കൊണ്ട് എന്തെങ്കിലും കുഴപ്പം അമ്മയ്ക്കുണ്ടായോ? ഈ പാവം കൊച്ച് അമ്മയെ ഏതെങ്കിലും വിധേന ബുദ്ധിമുട്ടിച്ചോ എന്നെല്ലാം വിഷ്ണു സത്യഭാമയോട് ചോദിക്കണം. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, വിഷ്ണു, നീയാ ഈ ആവശ്യമില്ലാത്ത ബന്ധങ്ങളൊക്കെ കൂട്ടി ഉറപ്പിക്കാനായി പോകുന്നത്. നീയാ ഇതിനെല്ലാം കാരണക്കാരൻ എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനെ ശകാരിച്ചു. അതിനുശേഷം പപ്പിയും വിളിച്ചുകൊണ്ട് സത്യഭാമ അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് വിഷ്ണുവിന്റെ അരികിൽ നിൽക്കുന്ന സത്യ ആകെ വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കി. വിഷ്ണു പറഞ്ഞു, അയ്യോ മോള് പേടിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോ സത്യ ആകെ വിഷമത്തോടെ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് ചിണുങ്ങി. ഇത് കണ്ട ഉടനെ വിഷ്ണു പറഞ്ഞു, അയ്യേ മോള് സങ്കടപ്പെടാതെ, ബിഗ് ഫ്രണ്ട് അല്ലേ ഈ പറയുന്നത്? ബിഗ് ഫ്രണ്ട് കൂടെയില്ലേ എന്ന് ചോദിച്ച് വിഷ്ണു മോളെ സമാധാനിപ്പിച്ചു. അയ്യോ, ഇവരെയൊക്കെ കണ്ടിട്ടാണോ? ഇവരൊക്കെ കണ്ടില്ലേ, കാട്ടാളന്മാരാ, കണ്ണു കണ്ടില്ലേ തുറപ്പിച്ചു നോക്കുന്നത്. മോള് വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് പോകാം, ഈ ബിഗ് ഫ്രണ്ട് കൊണ്ടുപോകാട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം സത്യമോളെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ദേഷ്യത്തോടെ ചന്ദ്രബോസ് അങ്ങനെ നോക്കിയിരിക്കുമ്പോ ചന്ദ്രബോസിന്റെ അരികിലേക്ക് എത്തിയ ആ CI ചോദിച്ചു, അല്ല സാറേ, ആ സാറ് പറഞ്ഞത് എന്താ? കാട്ടാളെന്നൊക്കെ ആ കുട്ടിയോട് പറയുന്ന കേട്ടല്ലോ, അത് ആരെ കുറിച്ചാ സാറേ എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, വേറെ ആരെ കുറിച്ചാടോ, തന്നെ കുറിച്ച് തന്നെയാ എന്ന് ചന്ദ്രബോസ് CI നോക്കി അറിയിച്ചു. ഉടനെ CI ആകെ കണ്ണുമിഴിച്ച് നിൽക്കുന്നു. അല്ല, എന്നെ നോക്കിയോ? അതെന്തിനാ സാറേ എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, എടോ, താനല്ലാതെ വേറെ ആരെങ്കിലും ഈ കൊച്ചുകുട്ടികളുടെ ഇത്തരം കളികൾക്ക് കൂട്ടു നിൽക്കുവോടോ? താൻ എന്തൊരു മണ്ടനാടോ? മര്യാദക്ക് ഇനി ഇവിടെ ഇരുന്ന് കൃത്യമായി ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ തനിക്ക് ഈ യൂണിഫോം പോലും ഉണ്ടാവില്ല, മനസ്സിലായടോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവന്റെ ഒരു രേഖാചിത്രം എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ശാലിനിയുടെ ആ രേഖാചിത്രം വലിച്ചു കീറി തുണ്ടമായി ആ സ്റ്റേഷനിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞ് ചന്ദ്രബോസ് കലിതുള്ളി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ആ CI ഓർത്തു, അല്ല, സത്യത്തിൽ ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ ചീത്തവിളിയെല്ലാം കേൾക്കുന്നത്? ശരിക്കും ഇവിടെ തെറ്റ് ചെയ്തത് ആരാ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ആ കുട്ടികളെ സഹായിക്കാനല്ലേ നോക്കിയുള്ളൂ. പിന്നെ ഇവരെല്ലാവരും
എന്നെ എന്തിനാ ഇങ്ങനെ പഴിക്കുന്നത് എന്നോർത്ത് ആ പോലീസുകാരൻ അന്തിച്ചങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ശാലിനി വിവരങ്ങളൊക്കെ അറിഞ്ഞ് പപ്പിമോളുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോയ സത്യയെ ശകാരിക്കുന്നു. അല്ല, ഈ കുഞ്ഞു പ്രായത്തില് പോയിരിക്കുക സ്റ്റേഷനിലേക്ക്, നിന്നോട് ആരാ പറഞ്ഞത് സ്റ്റേഷനിലേക്ക് പോകാൻ, നിനക്ക് എങ്ങനെ അതിനുള്ള ധൈര്യം വന്നു എന്നൊക്കെ പപ്പി സത്യയെ നോക്കി ദേഷ്യത്തോടെ ശാലിനി ശകാരിച്ചു. അല്ലെങ്കിലും നിനക്ക് ഈയിടെയായിട്ട് ഇങ്ങനെയുള്ള കുറുമ്പിത്തിരി കൂടുതലാണ്, നല്ല അടി കിട്ടാത്തത് തന്നെയാ. നിന്റെയൊക്കെ ഈ പ്രായത്തിൽ ഞാനൊക്കെ ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷന് കേട്ടാലേ പേടിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ശാലിനി വേഗം സത്യയെ ശകാരിച്ചുകൊണ്ട് നേരെ നോക്കുന്നത് ശാരദാമ്മയുടെ മുഖത്തേക്ക്. ശാരദാമ്മ ശാലിനിയുടെ ആ വാക്കുകൾ കേട്ട് ശരി തന്നെ, അതെ അതെ, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കി ശാരദാമ്മ തല കുലുക്കുമ്പോ ശാലിനി പറഞ്ഞു, അമ്മേ വെറുതെ അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലെന്നുള്ള രീതിയിൽ ശാലിനി തന്നെ കുറിച്ച് അമ്മ എന്തെങ്കിലും പറയുമെന്ന് മനസ്സിലാക്കിയതോടെ വേഗം ശാരദാമ്മയെ താക്കീത് ചെയ്തു. അതിനുശേഷം ഉടനെ തന്നെ കൈയും കെട്ടി നിൽക്കുന്ന സത്യയുടെ നേരെ ദേഷ്യത്തോടെ ശാലിനി നോക്കി. അല്ല, നിന്നോട് ആരാ പറഞ്ഞത് ഈ സ്റ്റേഷനിലേക്ക് പോകാൻ? നിനക്ക് ഇങ്ങനെയൊക്കെ പോണെന്ന് എപ്പോഴാ തോന്നിയത്? അഥവാ ഇനി പോയത് എന്ത് നല്ല കാര്യത്തിനാണെങ്കിലും ചീത്ത കാര്യത്തിനാണെങ്കിലും ശരി, നല്ലതോ ചീത്തയോ എന്തും ആയിക്കൊള്ളട്ടെ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ മരക്കുറ്റി പോലെ, ഞങ്ങളോടൊരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങളോട് ചോദിച്ചിട്ട് പോയിക്കൂടായിരുന്നോ എന്നൊക്കെ ശാലിനി ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം കേട്ട ഉടനെ സത്യ ആകെ വിഷമത്തോടെ പറഞ്ഞു, അതെ, പപ്പിയുടെ വല്യച്ഛന് ചേച്ചിയമ്മയെ കാണണമായിരുന്നു. ചേച്ചിയമ്മയെ ഒത്തിരി നാളായി കണ്ടിട്ട്. ചേച്ചിയമ്മയെ കാണാത്തത് വല്ലാത്ത സങ്കടത്തിലാണ് പപ്പിയുടെ വല്യച്ഛൻ. ആ വല്യച്ഛന്റെ കയ്യിലാണെങ്കിൽ ചേച്ചിയമ്മയുടെ പഴയ കാലത്തെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ചേച്ചിയമ്മ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നത് എന്നറിയാനായിട്ടാണ് ഞങ്ങൾ ആ രേഖാചിത്രം വരയ്ക്കാനായി അവിടേക്ക് പോയത്. അതാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പപ്പിയുടെ തന്റെയും അവിടേക്കുള്ള യാത്ര എന്ത് കാരണത്താലാണെന്ന് സത്യ അറിയിച്ചു. അമ്മ എന്തെങ്കിലും പോംവഴി പറഞ്ഞതാ പപ്പിയുടെ ചേച്ചിയമ്മയെ കണ്ടെത്താൻ? അമ്മയ്ക്ക് എന്തെങ്കിലും വഴി പറയാൻ പറ്റുമോ എന്ന് പപ്പിയുടെ ചേച്ചിയമ്മയെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടെ സത്യ ചോദിക്കുമ്പോ അരികിൽ നിന്ന് ശാരദാമ്മ പറഞ്ഞു, ആ ചോദ്യത്തിന് ഉത്തരം മോളുടെ അമ്മ തന്നെയാ പറയേണ്ടത് എന്ന് ശാരദാമ്മ പറയുമ്പോ ശാലിനി ശാരദാമ്മയെ നോക്കി. എന്റെ അമ്മയെ എന്നിങ്ങനെ വിളിക്കുന്നത് കേട്ട് ശാരദാമ്മ മുഖം തിരിച്ചിരുന്നു. അപ്പോഴേക്കും പപ്പിയുടെയും ശാലിനി സത്യമോളുടെയും ആ യാത്ര എന്ത് കാരണത്താലായിരുന്നു മനസ്സിലാക്കിയ ശാലിനി ആകെ നിരാശയിലായി. ഉടനെ തന്നെ ശാലിനി വിഷമത്തോടെ സത്യയെ നോക്കിയിട്ട് പറഞ്ഞു, എന്തിനാണെങ്കിലും ശരി, നിന്നോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആരാ പറഞ്ഞത്? രണ്ടുപേരും കൂടി കയ്യും കോർത്ത് നേരെ എടുത്ത് പിടിച്ചു പോയിരിക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. നിനക്ക് ഇതിനൊക്കെയുള്ള ധൈര്യവും ഇതുപോലെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇതൊക്കെ ചെയ്യാമെന്നും നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ച് സത്യയെ വീണ്ടും ശാലിനി ശകാരിക്കുന്നു.